ഇത് സംഭവിച്ചതും 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം വീട്ടിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഇപ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുക. എങ്ങനെ ഇതൊക്കെ നടന്നുപോയി. അതിനൊറ്റ കാരണം ഞാൻ ഈ ബിസിനസ്സിൽ അശോക് സാർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ എത്ര രൂപ ചിലവാന്നുള്ളത്. ഇത് ലക്ഷങ്ങളാണ് 2 ഹോസ്പിറ്റലായിട്ടും നമുക്ക് ചിലവ് വരിക. അതിനൊറ്റ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമായിരുന്നു. അത് നമ്മളെ വളരെയധികം നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കമ്പനി ആയാലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആയാലും എല്ലാം കൊണ്ടും കൂടെ നിൽക്കുന്നവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂട്ടിപ്പിടിച്ച് നിർത്തുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. അതുപോലെ നമ്മുടെ കൂടെ വരുന്ന ആളുകളും നമ്മുടെ ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത് അത് കണ്ടാണ് താഴെയുള്ളവർ പഠിക്കുക. അപ്പം നിങ്ങളും അതുപോലെ തന്നെ നമ്മുടെ താഴെ വന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുക. അത് താഴെ നമ്മൾ ഉയർന്നു പൊക്കോളും. ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും വരുമാനം കിട്ടാനും. ഇപ്പോൾ അശോക് സാറ് മരിച്ചതിന് ശേഷം ഒരു 10 പൈസ കുറവില്ലാണ്ട് എല്ലാ ബുധനാഴ്ചയും 2-10 വെച്ച് കിട്ടുന്നുണ്ട്. അത് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മന്ത്ലി ഇൻകം എന്ന് ഞാൻ പറയില്ല, ഞാൻ പറയില്ല. അത് നിങ്ങൾ വാങ്ങിക്കുക. ഇതുപോലെ തന്നെ അത് നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഇറങ്ങി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ്. എനിക്ക് വെറുതെ വീട്ടിലിരുന്നാൽ മതി പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പോഴും പറ്റാവുന്ന കാര്യങ്ങൾ പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഓടിയെത്തുന്നുണ്ട്. അത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. വെറുതെ വീട്ടിലിരിക്കാൻ തോന്നില്ല. പിന്നെ വരുമാനം കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും വേണമെന്ന് വെക്കുമോ?